നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങളൊക്കെ സംഭവിക്കും ഇല്ലേ? അതില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ ഇല്ലേ? മനുഷ്യജന്മമല്ലേ, സംഭവിച്ചു പോകുന്നതുമൊക്കെ ഉണ്ടാവും, അറിഞ്ഞോ അറിയാതെയൊക്കെ. പല കുടുംബ ബന്ധങ്ങളും അകൽച്ചയിലേക്കും തകർച്ചയിലേക്കും കടന്നു പോകുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? അവിടെയൊക്കെ മൂന്നാമതൊരാൾ ഇടപെടുമ്പോൾ മാത്രമാണ്. മൂന്നാമതൊരാൾ എന്ന് പറയുമ്പോൾ അത് അമ്മയാവാം, പെങ്ങളാവാം, മറ്റു പലരുമാകാം, സ്വന്തക്കാർ, സുഹൃത്തുക്കൾ, ഇങ്ങനെ പലരും പോകാം. മറിച്ചു ചിന്തിക്കാൻ മറ്റൊരാൾ ഉള്ളിടത്താണ് പ്രശ്നങ്ങളുണ്ടാവുന്നത്. ഞാനാണ് ശരി, ഞങ്ങളാണ് ശരി എന്ന് ചിന്തിക്കാൻ കൂടെ ഒരാൾ വരുമ്പോഴാണ് ഈ തകർച്ച സംഭവിക്കുന്നത്. പിന്നെ ഇതിനേക്കാൾ ഇനിയും നല്ലത് കിട്ടും എന്ന് ചിന്ത വരുമ്പോഴാണ് പ്രശ്നങ്ങൾ വീണ്ടും വഷളാകുന്നത് അല്ലേ? പിന്നെ നമ്മളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നവരോട് കാരണങ്ങൾ നിരത്തും. അവർ ഒരുപാട് കാരണങ്ങൾ നിരത്തും. അവരുടെ ഭാഗത്തുണ്ടാകുന്ന തെറ്റാണെങ്കിലും വീഴ്ചയാണെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്നാണെങ്കിലും അവർ അത് നമ്മുടേതാക്കി തീർത്ത് ഇങ്ങനെ ഓരോരോ കാരണങ്ങൾ അവർ നിരത്തും. അവരോട് ദയവായി ഒന്നും അപേക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒന്നും അപേക്ഷിച്ചിട്ട് കാര്യമില്ല. കാരണം അവർ ഇന്ന് 2 കാരണം കണ്ടെത്തുമെങ്കിൽ നാളെ 5 കാരണങ്ങൾ കണ്ടെത്തും. നീ അന്ന് അങ്ങനെ ചെയ്തില്ലേ, നിൻ്റെ വീട്ടുകാർ ഇങ്ങനെ ചെയ്തില്ലേ. ഒരിക്കലും ഒരു ആൺകുട്ടികളുടെ വീട്ടുകാർ കുറ്റം സമ്മതിച്ച് തരത്തില്ല. അവരുടെ ഭാഗത്തുനിന്നാണ് ഒരു തെറ്റ് പറ്റുന്നെങ്കിൽ പോലും. മനസ്സിലായില്ലേ? പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എപ്പോഴും ആണുങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെയാണ്. അത് അടിവരയിട്ട് പറഞ്ഞുതരാം. ഒരിക്കലും ഒരു പെൺകുട്ടികളുടെ വീട്ടിൽ നിന്നും ഒരു പ്രശ്നങ്ങളും ഉണ്ടാകുകയില്ല. അതിനെ പ്രകോപിപ്പിക്കുന്ന തരത്തിലാക്കി തീർക്കുന്നത് ആൺകുട്ടികളുടെ വീട്ടുകാർ തന്നെയാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമ്മയാവാം, സഹോദരങ്ങളാകാം, ബന്ധുക്കളാകാം, സുഹൃത്തുക്കളാകാം. നമ്മൾ പഴഞ്ചൊല്ല് പറയുന്നത് ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന് പറഞ്ഞതുപോലെ എല്ലാത്തിനും മനോഹരമായിട്ട് നല്ല വ്യക്തിബന്ധങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ നേരായ വഴിയിൽ തന്നെ പോകും. ഇല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ എനിക്കിതിനേക്കാൾ നല്ലത് കിട്ടും, നിനക്ക് ഇതിനേക്കാൾ നല്ലത് കിട്ടും, നമുക്ക് വേണ്ട എന്നൊക്കെ തോന്നുന്ന ഒരു ചിന്തയിലോട്ട് എത്തിക്കും. ഞാൻ പിടിക്കുന്നിടം തന്നെയാണ് ശരി, ഞാൻ പിടിക്കുന്ന മുയലിന് 3 കൊമ്പ്